എടാ ചിഞ്ചാനെ, എന്നെ നീ കളിപ്പിക്കാന്ന് വിചാരിക്കണ്ട. ബാക്കിൽ വന്നിരുന്ന ഞാൻ നീയല്ലാന്ന് വിചാരിക്കുന്നു നീ വിചാരിച്ച. പുലിയുടെ സൗണ്ട് ഉണ്ടാക്കി എന്നെ പേടിക്കാത്തത് നീ വിചാരിക്കേണ്ട. ബ്ലാക്ക് പാന്തറിന്റെ ഒക്കെ നമ്മള് പുഷ്പം പോലെ പിടിക്കും. എന്റെ അടുത്ത് അവന്റെ ഒക്കെ കളി. നീ എന്തിനു വിചാരിച്ച് ഞാൻ പുലിയെ കണ്ട പേടിക്കുന്ന? സൗണ്ട് ഉണ്ടാക്കി പേടിക്കുന്ന നീ വിചാരിച്ച? അതൊക്കെ തെറ്റിയുടെ. അത് ഈ ഫ്രാങ്ക്ലിൻ ബായ് ആണ്, ഒരിക്കലും പേടിക്കത്തില്ല. ഈ ഫ്രാങ്ക്ലിൻ ബായ് ആരുടെ ഒറ്റയ്ക്ക് സംസാരിക്കണത്? ഈ ഞാനതിന് ഓടിക്കൂ. എടാ പോടാ എവിടെന്ന്. നീയൊക്കെ എന്ത് വിചാരിച്ച് ഞാൻ പേടിക്കുന്ന? പുലി എന്ന് പറഞ്ഞാല് പോടാ എവിടെന്ന് ചിഞ്ചാനെ എവിടെന്ന്. ഫ്രാങ്ക്ലിൻ ബായ് നിങ്ങളുടെ ബാക്കിൽ കിടക്കണത് ഞാനല്ല, ഒരു കരിമ്പുലിയാണ് ഫ്രാങ്ക്ലിൻ ബായ്. ഓടിക്കോ ജീവൻ വേണമെങ്കിൽ. ഒയ്യോ എടാ പിഞ്ചാനെ ഓടിക്കോടാ. എടാ പിഞ്ചാനെ നീ കരിമ്പുലി വന്നടാ അവിടെ. കരിമ്പുലിയാ? ഓയ്യോ കരിമ്പുലി ഓടിക്കൂ. എടാ കരിമ്പുലി പിടിക്കാൻ വരണേ. എടാ ചിഞ്ചാനെ പിഞ്ചാനെ ജീവൻ വേണമെങ്കിൽ ഓടിക്കോടാ. എടാ ചിഞ്ചാനെ മൂർക്ക പിടിച്ചിട്ടുണ്ടല്ല, എന്നാ പിന്നെ നമുക്ക് പോവല്ലേ? സെറ്റല്ലേ? എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ബായ്, എത്ര നേരമായി ഫ്രാങ്ക്ലിൻ ബായ് ഇടുക്ക് പറയണത്? ഫ്രാങ്ക്ലിൻ ബായ് അവിടെ പിഞ്ചാനും നമ്മളെ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. നമുക്ക് ഇന്നത്തെ ഫോറസ്റ്റ് ട്രിപ്പ് സൂപ്പർ ആക്കി കളറാക്കണ്ടേ? സാർ നിങ്ങൾ പേടിക്കണ്ട, അവസാനം ഇതിന്റെ ഡെസ്റ്റിനിയിൽ നമ്മുടെ ബോട്ടിന്റെ ആൾക്കാരുണ്ടാവുന്നതായിരിക്കും. അവിടെ വരെയാണ് നിങ്ങൾക്ക് റൈഡ്. സോ എൻജോയ് ദി റൈഡ്, സേഫ് ജേർണി. ഓ ഫ്രാങ്ക്ലിൻ ബായ് എന്നാ പിന്നെ പോവാ നമുക്ക്. എടാ ചിഞ്ഞാനെ എന്നാ പിന്നെ മൂർക്കനെ പിടിച്ച് ടൈറ്റ് ആക്കിയിരുന്നോ? ഓരോരോ വാട്ടർഫാൾസ് നമ്മള് ചക ചക എന്ന് പറഞ്ഞ ചടിക്കാൻ പോണത്. എന്നാ പിന്നെ പോവല്ലേ നമുക്ക്? എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ബായ് പോവല്ലേ എന്ന് പറഞ്ഞ് എത്ര നേരമായി നിങ്ങളെന്താ വണ്ടി എടുക്കാത്തത്? ഇതിന് ചാവി എവിടെയായിരുന്നു ഓണാക്കണേന്റെ? സാറേ ആ കണ്ണ റെഡ് ബട്ടൺ കണ്ടോ? ആ കണ്ണ ബട്ടൺ എങ്ങനെയൊക്കെയാ വണ്ടി അങ്ങ് ഓണാവും. അപ്പൊ ഇതായിരുന്നില്ലേ ബട്ടൺ? എന്നാ പിന്നെ ചവിട്ടി വിട് ഫ്രാങ്ക്ലിൻ ബായ്. ഓക്കെ അപ്പൊ ഇതായിരുന്നില്ലേ ബട്ടൺ? ഫ്രാങ്ക്ലിൻ ബായ് ഈ വെള്ളത്തിന് ഒരുപാട് ഒഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇടിച്ചു വീഴല്ലേ? എടാ ചിഞ്ചാനെ ഇതൊക്കെയാണ് ചിഞ്ചാനെ ഈ റൈഡ്. എങ്ങനെയുണ്ടാ? ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൈഡ്സ് ആണ്. മനസ്സിലായ ഈ ജെസ്കി റൈഡ് ഒക്കെ? ലെഫ്റ്റില് വെള്ളച്ചാട്ടം നോക്കി. എടാ ചിഞ്ചാനെ ഇതൊക്കെ നമ്മുടെ ലോസ് ആൻഡോസിന് പുതുതായിട്ട് വന്ന ട്രാവൽസ് തുടങ്ങിയ പരിപാടിയാണിത്. കൊള്ളാലേ എന്തായാലും. പക്ഷെ 1 മണിക്കൂർ 10,000 രൂപ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഫ്രാങ്ക്ലിൻ ബായ് ഇതൊക്കെ സൂപ്പർ ഫ്രാങ്ക്ലിൻ ബായ്. ഈ വെള്ളച്ചാട്ടൊക്കെ നമ്മൾ ചേട്ടൻ നോക്കി. ആ കല്ലുമ്പോ നമ്മൾ ഇപ്പൊ തന്നെ പോയി ഇടിച്ചാണ് ചിന്താനെ. കമോൺ ഇടോ ഇട മലമേടുന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നു. മഴക്കാലായ കാരണം ഉണ്ടല്ല കുറെ വെള്ളങ്ങളൊക്കെ വരുന്നുണ്ട്. മുമ്പിൽ വലിയ വെള്ളച്ചാട്ടം. ഓയ്യോ ചിന്താനെ പിടിച്ചിരുന്നോടാ. പക്ഷെ ഈ ഫ്രാങ്ക്ലിൻ ബായ് ഇച്ചിരി പവർഫുൾ ഫ്രാങ്ക്ലിൻ ബായ് ആരും ഒന്നും പറ്റത്തില്ല. മനസ്സിലായിട്ട് ചിന്താനെ? ഫ്രാങ്ക്ലിൻ ബായ് അതെ അടുത്ത വെള്ളച്ചാട്ടം ഒരുപാട് വെള്ളച്ചാട്ടം കണ്ടു കേട്ടാ. എടാ ചിഞ്ചാനെ നീ പേടിക്കണ്ട. ഈ ഫ്രാങ്ക്ലിൻ ബായ് ഉള്ളോടത്തോളം നീ എന്തിനാ പേടിക്കണത്? സോ നമ്മള് അയാള് പറഞ്ഞ ഡെസ്റ്റിനി എത്താറായി തോന്നുന്നുണ്ട്. ഓക്കെ അയാള് പറഞ്ഞ ഡെസ്റ്റിനി എത്താറായിട്ടുണ്ട്. നീടെ നമ്മളെ പിഞ്ചാനോടെ വെയിറ്റ്. ഹലോ ഫ്രാങ്ക്ലിൻ ബായ്, ഞാൻ ഇവിടെ വാടാ പിഞ്ചാനെ. എടാ ചിഞ്ചാനെ വാടാ. എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഫ്രാങ്ക്ലിൻ ബായ് എങ്ങനെയുണ്ട് ഫ്രാങ്ക്ലിൻ ബായ് റൈഡ്? എടാ പിഞ്ചാനെ ഞങ്ങളുടെ ഒരുപാട് വാട്ടർ ജമ്പിങ്ങിന്റെ കൂടെ ചാടി ചാടി കുതിച്ചാണ് വന്നത്. അറിയോ ഫ്രാങ്ക്ലിൻ ബായ്? എന്നാ പിന്നെ നമുക്ക് പോയാലോ ഫോറസ്റ്റിലോട്ട്? നമ്മുടെ പരിപാടി അവിടെ അല്ലേ? വാടാ പിഞ്ചാനെ. അങ്ങനെ നമ്മളെ ജസ്കി റൈഡ് കഴിഞ്ഞ് ഇനി നമ്മള് പോകാൻ പോണത് ലോസ് ആൻഡോസ് സിറ്റി ഫോറസ്റ്റ്. ഞാൻ ഫ്രണ്ടിരിക്കും. എടാ കള്ള പിഞ്ചാനെ നീ ഫ്രണ്ട് ചെയ്യുന്നു അല്ലേ? എടാ പിഞ്ചാനെ നീ ജെർസിയിലല്ല, നീ ഫ്രാങ്ക്ലിൻ ബായ് കൂടെ പോയില്ലേ? ഞാൻ മാത്രമേ പോകാത്തത് കേട്ടാ. എടാ ഞാൻ ഒരു കാര്യം പറട്ടെ, രണ്ടെണ്ണം മിണ്ടാണ്ടിരിക്കോ. നമ്മളിപ്പോ പോകാൻ പോണത് ഫോറസ്റ്റിലോട്ടാണ്. ഗൈസ് എല്ലാവരും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും കണ്ട. ഇത്തവണ നമ്മൾ കൊടുത്തേക്കണത് സ്വാലിഹ് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറുടെ പേരാണ്. സ്വാലിഹാണ് നമ്മുടെ അടുത്ത് ഈ കണ്ടന്റ്, അതായത് ഫോറസ്റ്റിലോട്ട് പോകുന്നൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. സോ അതേമാതിരി നിങ്ങളുടെ പേരും ഇതേമാതിരി വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാലോ? വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത കമന്റ് ബോക്സിൽ കമന്റ് ഇടുക നിങ്ങളുടെ പേര്. ഓക്കെ അപ്പൊ നമ്മളെന്തായാലും അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പേര് കൊടുക്കണതായിരിക്കും. സോ നമുക്ക് എന്തായാലും നമ്മൾ പോകാൻ പോണത് എവിടെയാണ് ചിന്താനെ? റോഡ്, മല, പച്ചക്കാട്. ഇതെന്താണ് ചിഞ്ചാനെ? ഡോറാ പൂച്ചിയ റോഡ് കാറ്. അവന്റെ ഞാൻ അപ്പളേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഡോറാ പൂച്ചി കാർട്ടൂൺ ഒരിക്കലും കാണരുതെന്ന്. കണ്ട് 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 ഇപ്പൊ ഡോറാ പൂച്ചിയായി. മാപ്പ് നോക്കാൻ പറയുമ്പോണ്ടല്ലോ മൊബൈലിലത്തെ ഗൂഗിൾ മാപ്പ് അല്ലേ നോക്കണത്. മാപ്പിനോട് ചോദിക്കി അവന്റെ മാപ്പ്. അങ്ങനെ നമ്മളിതാ
ഫോറസ്റ്റിന്റെ ചെക്ക് ബോർഡാണ്. സോ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മളിപ്പോ ഫോറസ്റ്റിലോട്ടാ. ഇപ്പൊ നമ്മൾ എൻട്രി ചെയ്യാൻ പോണത് ഫോറസ്റ്റിലോട്ടാണ്. ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. കേട്ടോ ഞാൻ പറയാണ്ട് ഇവിടെ പുറത്തിറങ്ങാൻ പാടില്ല. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ പറയാണ്ട് നമ്മൾ എവിടെയും പോകത്തില്ല. ഓക്കെ, മൂത്രയ്ക്കണമെങ്കിൽ പോലും പ്രഗത്ഭമായിട്ട് ചോദിച്ചിട്ട് നമ്മൾ മൂത്രയ്ക്കുന്നുള്ളൂ. ഓക്കെ, ആ അത് മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ല കേട്ടാ. അല്ല സാറേ, ആ കാണുന്ന പുലി എന്ത് ടൈപ്പ് പുലിയാ? സാധാരണ ഈ ടൈപ്പ് പുലിയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഈ ഫോറസ്റ്റില്. അത് പിന്നെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ കാണുന്ന കാട്ടിൽ എന്നൊരു കറുത്ത വലിയ പുലിയെ കണ്ടായിരുന്നു. അതായത് ഒരു ബ്ലാക്ക് പാന്തർ. ഒരുപാട് ആൾക്കാര് നമ്മൾ ഇൻഫോം ചെയ്തിരുന്നു കുറെ ശല്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. ഒരുപാട് അനിമൽസിനെ കൊല്ലുന്നുണ്ട്, മനുഷ്യന്മാരെ കൊല്ലുന്നുണ്ട് എന്നൊക്കെ. അതുകൊണ്ട് അങ്ങ് ഹണ്ട് ചെയ്ത് കൊണ്ട് വന്നത്. ഇത് നമ്മൾ ലോസ് ആൻഡേഴ്സിന്റെ സൂയിലോട്ട് മാറ്റാൻ പോവാണ് അല്ലടോ? അതെ അതെ സാറേ, ഞാനൊരു കാര്യം പറയട്ടെ സാറേ, നല്ല വിശപ്പുണ്ട്, ഒരു ചായ മുടിയും കഴിച്ചാലോ? സാറേ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടെ പപ്സി ഉണ്ട്, സെവനപ്പ് ഉണ്ട്, കോളയുണ്ട്, ഡോണറ്റ് ഉണ്ട്, അതുമാതിരി ബർഗർ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സാധനം വേണ്ടത് പറഞ്ഞാൽ മതി. അല്ല സാറേ, ഈ സൂയിലോട്ട് മാറ്റുന്നത് നിങ്ങൾ ഇപ്പൊ നേരെ സൂയിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇതുമാതിരി കുറെ അനിമൽസ് ഈ കാണുന്ന വൈൽഡ് ഫോറസ്റ്റിലുണ്ടോ? പേടിക്കണ്ടോ, ഒരു പുലിയെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഈ ബ്ലാക്ക് പാന്തർ. അതിനെയാണ് നമ്മൾ പിടിച്ചേക്കണത്. കണ്ടില്ലേ അതിന്റെ കണ്ണ് കണ്ടോ? നല്ല പൈസ കിട്ടും വിറ്റ് കഴിഞ്ഞാൽ. എടോ താനെ ഞാനൊരു കാര്യം പറയണ്ടേ, ആ കാണുന്ന കേജ് നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ടില്ലേ? ടൈറ്റ് ആയിട്ടല്ലേ പൂട്ടിയേക്കണത്? സാറേ സാറ് പേടിക്കണ്ട സാറേ. കണ്ടില്ലേ, അത് ഞാൻ ലോക്ക് ഇട്ടിട്ടില്ല എന്നുള്ളൂ, പക്ഷെ ഒരു താവ് വെച്ച് പൂട്ടിയിട്ടുണ്ട്. പേടിക്കണ്ട സാറേ, താവ് വെച്ചൊന്നും പൂട്ടിയിട്ടില്ല. ഇത്ര കെയർലെസ് ആയിട്ടാണ് കൊണ്ടുപോകാൻ പോണത് ഈ പുലിനെ. ഈ ഓഫീസറിനെ പറ്റി അറിയത്തില്ല മര്യാദക്ക്, മനസ്സിലായ? ഈ ഞാനുണ്ടല്ലോ, ഏതെങ്കിലും അനിമൽസ് നമ്മുടെ ചുറ്റിലുണ്ടെങ്കിൽ നോക്കിക്കോ, ഇതുമാതിരി അങ്ങ് വെടിവെച്ചിട്ടുണ്ടെന്നായിരിക്കും. ഇന്നാ പിടിച്ചോ, കണ്ടോ? ഷാർപ്പ് ഷൂട്ടറാണ് ഈ ഓഫീസറായ ഞാൻ. ഒരു പുലി എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് എന്റെ കയ്യിലുണ്ട്. മനസ്സിലായല്ലോ? സാറി, സാർ കൊള്ളാലോ, ഒരു വെടിക്കാണ് ആ പുലിനങ്ങ് വെടിവെച്ചിട്ടത്. ഓ മൈ ഗോഡ്, സാറ് പ്രൊഫഷണൽ കില്ലർ തന്നെ. നോക്കിക്കോ സാറേ, സാറിന്റെ പുലി ചാടി ഇറങ്ങിയിട്ടുണ്ട്. സാറേ ഓടിക്കൂ. പുലിയോ ഇവിടെ? ഓ മൈ ഗോഡ്, പുലി, ഞാൻ ഈ തോക്കുന്ന സമയം പിടിക്കൂ. ഓ പുലി, ഓ മൈ ഗോഡ്. ഞാൻ ആ പുലിയെ കെട്ടിയാണല്ലോ. ഓ കേടോ, ആ പുലിനെ കൂട്ടിന് ചാടിയിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി വിളിക്കുക. ഈ കാണുന്ന കോച്ചിനെ പോയി വിളിക്കുക. ഓ സാറേ, ആ പുലി എന്റെ ഭാഗത്തോട്ടാണ് കാണല വരുന്നത്. രക്ഷിക്കും. ഓ മിണ്ടാടുത്ത് സ്റ്റാച്ചു മാതിരി, അല്ലെങ്കിൽ ഉണ്ടല്ല നമ്മളെല്ലാം ചെയ്യും. ഓ സാറേ, രക്ഷിതാറേ. ഓ അങ്ങനെ ഞാൻ റീലോട്ടാക്കിയിട്ടുണ്ട്. എവിടാ പുലി? ഓ മൈ ഗോഡ്, എടാ അയാളെ കൊന്നു. ഓ എടക്കാണല്ലേ ഇവൻ ഇത് എവിടെ പോയി കിടക്കാണ്? ആ പുലി എവിടെയും കാണുന്നില്ലല്ലോ. ഓ മൈ ഗോഡ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഓ മൈ ഗോഡ് സാറേ, നമ്മൾ എന്ത് ചെയ്യും? ആ പുലി രക്ഷപ്പെട്ടു. നമ്മൾ ഈ പോലീസുകാർ ഗവൺമെന്റിനോട് എന്ത് പറയും സാറേ? അല്ല പ്രഗത്ഭായി, ഈ കാട് ഫോറസ്റ്റിലൊക്കെ ട്രെയിനുണ്ടോ? എടാ പിന്നല്ലാണ്ട് ഈ ബിസിനസ് മാൻസ് ഒക്കെ ഉണ്ടല്ല, ഈ മരങ്ങളുടെ വണ്ടി മരങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ ട്രെയിനില്ല. കണ്ടാ ഞാനേ അവിടെ മരത്തിന്റെ ഫാക്ടറി. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അല്ല പ്രഗത്ഭായി, നമ്മളിപ്പോ ഇല്ലീഗൽ വഴിയിലല്ലേ പോണത്? എടാ ഇല്ലീഗൽ വഴിയൊക്കെ തന്നെയാണ്, പക്ഷെ നിവർത്തിയില്ല. നമുക്ക് എന്തായാലും ഫോറസ്റ്റിലോട്ടല്ലേ കിടക്കേണ്ടത്. അപ്പൊ ഈ വഴി തന്നെ പോണം നമുക്ക്. മുമ്പിൽ കുറെ ആൾക്കാര്. എടാ അതൊക്കെ മല കയറി ഇറങ്ങി വന്നവന്മാരാണ്. ഒരു പോലീസ് വണ്ടി പോണത്. എടാ അത് പോലീസ് വണ്ടിയല്ല, ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായ? മനസ്സിലായി. ചായക്കട നമുക്ക് അവിടെ നിർത്തിയാലോ? ആടാ നമുക്ക് ചായക്കട നിർത്താം. ഓക്കെ, എന്തായാലും ചായ കുടിക്കാൻ ഇറങ്ങിയതല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും ചായക്കട നിർത്താം. വാടക ഞാനേ നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാം. ഓ എടാ ഞാന് അയാളുടെ കയ്യിൽ തോക്കിലടാ, തോക്ക് നോക്കിക്കേ. അതേലോ തോക്കാണല്ലോ. എടാ ഇവിടെ എന്തിനോ ഹണ്ടിങ് കിടക്കണ്ട, ചോദിച്ചു നോക്കാം. അല്ല സാറേ എന്ത് പറ്റി? പോലീസ് എന്താ പറ്റിയത്? തോക്കൊക്കെ ഹണ്ടിങ് ആണോ? മകളെ അത് പിന്നുണ്ടല്ലോ, ഈ കാണുന്ന ഫോറസ്റ്റിലൂടെ ഒരു ബ്ലാക്ക് പാന്തർ ചാടി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സൂക്ഷിക്കണം.
കണ്ടില്ലേ, ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഫുഡ് കഴിച്ച ഒരാളെ കടിച്ചിട്ട് പോയി. അല്ല മാമ, നിങ്ങളപ്പ എന്താ കൂട്ടിൽ കെട്ടിയിട്ടില്ലേ? ശരിയാണല്ല, ഇത്ര വലിയ കൂടുണ്ടായിട്ട് നിങ്ങളപ്പോ കെട്ടിയിട്ടില്ലേ അതിന്? ഈ മണ്ണിനോട് ഞാൻ ലോക്ക് ചെയ്യാൻ മറന്ന, ഈ മണ്ണ് ലോക്ക് ചെയ്യാൻ മറന്നു. അത് പിന്നെ സാറ് ഒരു കയ്യബദ്ധം വയ്ക്കുന്ന സാറ്, സോറി, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. എന്റെ ജോലി എന്തായാലും പോകും. ജോലിയാ ഗൈസ്, ഞാൻ ഒരു കാര്യം പറ്റേ ശിഞ്ഞാനെ പിഞ്ഞാനെ നമ്മുടെ ട്രിപ്പ് അഡ്വഞ്ചർ ഒക്കെ ഒരു ഐഡിയ കിട്ടി. സാറ് പേടിക്കണ്ട, സാറിന്റെ ജീപ്പും ഈ കാണുന്ന വണ്ടിയും ഈ കാണുന്ന തോക്കും എനിക്ക് തായി സാറേ. ഞാൻ എന്തായാലും രാത്രിക്കുള്ളില് സാറിന് പോയ ബ്ലാക്ക് പാന്തർ ഞാൻ പിടിച്ചോണ്ടിരുന്നായിരിക്കും. ഫ്രാങ്ക്ലിൻ ഭായ്, അതിനൊക്കെ ആവശ്യമുണ്ടാ? നമ്മൾ ട്രിപ്പ് അടിച്ചു പിടിക്കാൻ വന്നല്ലേ? ഓ ഫ്രാങ്ക്ലിൻ ഭായ്, അതൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആവും. അപ്പൊ നാളെ സ്കൂളിൽ പോയി പറയാൻ പറ്റും ഞാനും ഫ്രാങ്ക്ലിൻ ഭായ് കൂടെ കൂടി ബ്ലാക്ക് പാന്തറിനെ പിടിച്ചു വന്നു അല്ലേ ഫ്രാങ്ക്ലിൻ ഭായ്? അതെ, ഞാനും ശിഞ്ഞാനും പിഞ്ചാനും കൂടെ കൂടിയിട്ട് സാറിന് പോയ ബ്ലാക്ക് പാന്തർ ഞങ്ങൾ പിടിച്ചുതരാം. ജീവനോടല്ലേ വേണ്ടത്? എടോ, തന്നെ എങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് തരും? സാറ്, നമ്മൾ ഒരാളെ വിശ്വസിച്ച് കൊടുക്കാൻ പാടില്ല സാറ്. വേണ്ട സാറിന് ഇപ്പൊ സാറിന്റെ ജോലി വേണോ? സാറിന് സാലറി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? സാറ് ഞങ്ങളുടെ വണ്ടി ഇരുന്ന് സാറ് പോയി കറങ്ങിക്കോ ഫോറസ്റ്റ് ഒക്കെ, ഞങ്ങളെ പിടിച്ചോണ്ടിരാ. സാറ് സമ്മതിക്ക് സാറേ, സാറ് ജോലി വേണോ? ഞാൻ എന്തായാലും നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഇന്നാ പിടിച്ചോക്കെണ്. നിങ്ങൾ എന്തായാലും എന്റെ ജോലി തിരിച്ച് രക്ഷിച്ചു തരണേ കേട്ടല്ലോ. ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സാറേ. ബാട ശിഞ്ഞാനെ പിഞ്ചാനെ, എന്നാ പിന്നെ നമുക്ക് പോയിട്ട് പോയ കരിമ്പൂലി നമുക്ക് പിടിച്ചുകൊണ്ടിരാം. പിള്ളേരെ വണ്ടി കയറ. അല്ല ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മൾ എങ്ങനെയാണ് ഫ്രാങ്ക്ലിൻ ഭായ് പിടിക്കാൻ പോണത്? ഈ ഫോറസ്റ്റിൽ കയറിയിട്ട് ഈ കരിമ്പൂലിനൊക്കെ. എടാ പിഞ്ചാനെ, നീ പേടിക്കണ്ട, അതിനൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്തായാലും നമ്മളില്ല ഒരു ട്രാപ്പ് വെക്കുന്നു, എന്തായാലും ഇറച്ചി കഷ്ണം വെക്കുന്നു, അന്നൊരു ഈ ട്രാപ്പിലാക്കുന്നു. എങ്ങനെ എന്റെ ഐഡിയ? ഓ ഫ്രാങ്ക്ലിൻ ഭായുടെ ബുദ്ധി വിമാനം തന്നെ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കോടാ, ഏതെങ്കിലും സ്ഥലത്തിന്റെ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും രാത്രിക്കുള്ളിൽ നമുക്ക് പിടിച്ചു കൊടുക്കാം. ആ പോലീസുകാരുടെ ജോലി തിരിച്ചു കൊടുക്കട്ടെ നമുക്ക്. അല്ല ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മൾ എങ്ങനെയാണ് ആ പുലിനെ പിടിക്കാൻ ഫ്രാങ്ക്ലിൻ ഭായ് പ്ലാൻ ഇട്ടേക്കണത്? ഈ കാണുന്ന ഫോറസ്റ്റിനെ പോലീസുകാർക്ക് പോലും പിടിക്കാൻ പറ്റുന്നില്ല. ആ പുലിനെ നമുക്ക് പിടിക്കാൻ പറ്റുമോ? എടാ പിഞ്ചാനെ, നീ എന്താ വിചാരിച്ചത് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഭായിനെ പറ്റിയിട്ട്? ഫ്രാങ്ക്ലിൻ ഭായി വിളിച്ച പുലിയല്ലേ, നമ്മൾ വേണമെങ്കിലല്ല അന്നാക്കൊണ്ടേനെയും അതേമാതിരി ഡൈനോസോറിനെ വരെ പിടിക്കും അല്ല ഫ്രാങ്ക്ലിൻ ഭായ്? എടാ, പുലിയെ പിടിക്കാന്ന് വെച്ചാലല്ല, പ്രത്യേക കലയുണ്ട്. കണ്ട ഈ കാണുന്ന തോക്ക് കണ്ട, ഇത് കണ്ടല്ല വെടിമരുന്നാണ്, വെടിമരുന്ന്. ഈ കാണുന്ന തോക്ക് വെച്ചിട്ട് അതിനെ വെടി വെച്ചിട്ടാല് അത് ബോധം കിട്ടുള്ളൂ. ബോധം കിട്ടുകയാണല്ല നമുക്ക് സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും. നമ്മൾ ചെയ്യാൻ പോണത് ഈ കാണുന്ന കേജിന് ചുറ്റും പുല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തീറ്റ വെക്കും. ഒരു ആടിനെയോ വല്ല അനിമൽസിനെയോ അങ്ങനെ വെക്കും. എന്നിട്ടുണ്ടല്ലോ നൈസായിട്ട് നമ്മൾ മാറി നിൽക്കും. അന്നൊരു പുലി വരുന്ന സമയത്തല്ല ആ കാണുന്ന കേജിൽ കുടുങ്ങി ട്രാപ്പായി മാറും. എങ്ങനെയുണ്ടോ എന്റെ ഐഡിയ? ഓ ഫ്രാങ്ക്ലിൻ ഭായ്, അത് സെറ്റാണ് ഐഡിയ. പക്ഷെ ഫ്രാങ്ക്ലിൻ ഭായ്, അതിന് ഫ്രാങ്ക്ലിൻ ഭായ്ക്ക് എന്താ ഉറപ്പ് ആ കാണ കരിമ്പുലി ഇങ്ങോട്ടേക്ക് വരുന്നു? അത് തന്നെ ചിഞ്ചാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. അല്ല ഫ്രാങ്ക്ലിൻ ഭായ്, അത് വരുന്നത് അത്ര ഉറപ്പ്? അതെന്തായാലും വരുവാടാ, മനുഷ്യനെ എനക്കും കേട്ടാൽ അതെന്തായാലും വരുന്നതായിരിക്കും. വെയിറ്റ് ആക്ക്, ഒരു പുലിയുടെ സൗണ്ടിലടാ അവിടെ നിന്ന് കേൾക്കണത്. ബാക്കിയത് എനിക്ക് തോന്നുന്നു ചിഞ്ഞാനെ പിഞ്ഞാനെ ആ കാണുന്ന പുലി നമ്മുടെ മണവും സ്മെല്ല് ചെയ്തിട്ട് നമ്മളെടുത്തോണ്ട് എത്തിയെന്ന് തോന്നണത് ഉറപ്പാണ് നമ്മുടെ പിന്നിലുണ്ടാവും. ഞാൻ പോയി നോക്കട്ടെ. ഇങ്ങനെയൊക്കെ പേടിയാ ഫ്രാങ്ക്ലിൻ ഭായ്? ഇങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എവിടാ പുലി? ഒരു പുലി പോയിട്ട് ഒരു പൂച്ചക്കുഞ്ഞ് പോലെ ഇവിടെ ഇല്ല. അയ്യോ ഫ്രാങ്ക്ലിൻ ഭായ്, പുലിയുണ്ട്. ഓ മൈ ഗോഡ്, വെടിവെക്ക് ഫ്രാങ്ക്ലിൻ ഭായ്, ഇതേ വെടിവെക്ക്. പുലിയാ? എവിടാ പുലി? കണ്ടില്ല? ഓ കണ്ട്. ഓ ദേ കറക്റ്റ് ഞാൻ വെടിവെക്കട്ടെ, കഴുത്തിന് നേരെ. ഓ എടാ, ഓ വെടിവെക്ക് മാറിപ്പോയി. ഓ എടാ, ദേ ഓടിപ്പോന്ന് പുലി. എടാ ഞാനേ വേടാ എവിടാ പുലി? കാണുന്നില്ല. ആ ദേ പോണ്. അതിന്റെ മുമ്പിലോട്ടാണ് വെടിവെക്കാൻ. ഓ എടാ, കൊള്ളുന്നില്ല. ഓ മൈ ഗോഡ്, എടാ ആ കാണുന്ന പുലി രക്ഷപ്പെട്ടു പോയടാ ചിഞ്ചാനെ. ഓ ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ അറ്റത്തോട്ട് പോയായിരുന്നു ആ പുലി. ഓ മൈ ഗോഡ്. ഫ്രാങ്ക്ലിൻ ഭായ് കിട്ടിയ ഫ്രാങ്ക്ലിൻ ഭായ് പുലിനാ. ആ പുലി ഓടിപ്പോയി ഫ്രാങ്ക്ലിൻ ഭായ്. ഓ ദേ പോണ്, ദേ ആ അറ്റത്തോട്ടെത്തി ആ കാണുന്ന പുലി. ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ കാണുന്ന ഫോറസ്റ്റിൽ നമ്മൾ ടൂർ വന്നാൽ മതി. ഈ കാണുന്ന പോലീസുകാരുടെ ഡ്യൂട്ടിയൊക്കെ നമ്മൾ എന്തിനാണ് ഏറ്റെടുക്കണത്? അതിനൊരു ആവശ്യമില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എടാ ചിഞ്ഞാനെ, എന്തായാലും നമ്മൾ ജോലി ഏറ്റെടുത്ത് പോയി ആ പോലീസുകാരെ രക്ഷിക്കാന്ന് പറഞ്ഞതാ. ബാ നമുക്ക് എന്തായാലും ടെന്റിൽ പോയിട്ട് കിടക്കാം. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് ഈ ടെന്റിൽ കിടക്കാം. എന്നിട്ട് പിറ്റേ ദിവസം പുലി വെക്കാം. എന്തായാലും പുലി ഒരുപാട് ഓടി പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നാളെ അങ്ങോട്ടേക്ക് വേണം പോവാനായിട്ട്. ഇപ്പൊ എന്തായാലും രാത്രി ആവാറുണ്ട്. ബാ എല്ലാവരും വന്ന് കിടന്നുറങ്ങിയേ, പെട്ടെന്നായിക്കോട്ടെ. എടാ ചിഞ്ചാനെ പിഞ്ചാനെ, സമയം ഇപ്പൊ നീ കണ്ടല്ല, രാത്രി ആയിട്ടുണ്ട്. ഇനിയുണ്ടല്ല
ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങാൻ നിൽക്കണ്ട. വല്ല മൂത്രമൊക്കെയാണെന്നും മറ്റേ പുറത്തിറങ്ങിയാണ്ടല്ല നിങ്ങളങ്ങ് പിടിച്ചു കൊണ്ടുപോകും മറ്റേ കരിമ്പുലി, കേട്ടല്ല? ഏയ് ഫ്രാങ്ക്ലിൻ ഭായ്, ഇന്നത്തെ ദിവസം മൂത്രമൊഴിക്കേ. നോ, മൂത്രമൊഴിക്കണത് ഞാൻ മറന്നുപോയി ഫ്രാങ്ക്ലിൻ ഭായ്. ഞാനിനി എന്റെ ജീവിതത്തിന് ഞാൻ മൂത്രമൊഴിക്കത്തില്ല ഫ്രാങ്ക്ലിൻ ഭായ്, കേട്ടോ? ഞാനും ഓ കറുത്ത പുലിയാണ്, അതും എന്റെ കളറെ കുറിച്ചുള്ള പുലി. ഞാൻ ഇറങ്ങേ ഇല്ല ഫ്രാങ്ക്ലിൻ ഭായ്. എന്നാ പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ ഫ്രാങ്ക്ലിൻ ഭായ്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നത്. നാളെ രാവിലെ എണീറ്റിട്ട് നമുക്ക് പോണ്ടല്ലേ? എവിടേക്ക് പോണ്? എടാ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കരിമ്പുലി പിടിച്ച് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ പോലീസ് ഓഫീസറിന്റെ അടുത്തുനിന്ന് ഞാൻ ഇത് ഏറ്റെടുത്തും പോയി. ഇനി പുലിയിലാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. അതൊക്കെ ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ പോയിട്ട് കിടന്നുറങ്ങാൻ പോടും. ഗുഡ് നൈറ്റ്. പുലിയെ, കടുവയെ, പശുവിനെ ആരെ വേണേലും പിടിച്ചോ, ഞാനില്ല. എനിക്ക് എന്റെ ജീവനാണ് മുഖ്യം. ഗുഡ് നൈറ്റ്. അല്ല ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മളിപ്പോ കാടിനുള്ളിലല്ലേ കിടന്നുറങ്ങണത്? അതെ, കാടിനുള്ളിലാണ്. എന്ത് പറ്റി? ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മൾ ഉറങ്ങണ സമയത്ത് ആ കരിമ്പുലി എങ്ങാനും നമ്മുടെ അടുത്തോട്ട് എങ്ങനെ വന്നാലും ഫ്രാങ്ക്ലിൻ ഭായ് അറ്റാക്ക് ചെയ്യാനായിട്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എടാ, ഈ ഫ്രാങ്ക്ലിൻ ഭായ് ആണ് ഇവിടെ ഉള്ളത്. ധീരതയോടെ പൊരുതും ഈ ഫ്രാങ്ക്ലിൻ ഭായ്, മനസ്സിലായ? എങ്ങനെ പൊരുതും? ധീരതയോടെ. നിനക്കറിയാൻ പാടിയായിട്ടാണ് ഒരു ദിവസം പുലിയും കടുവയും ആനയൊക്കെ ഈ ഫ്രാങ്ക്ലിൻ ഭായിയുടെ മുന്നിലോട്ട് വന്നപ്പോള് ആറ്റം ടാങ്ക് പോലെയാണ് ഈ ഫ്രാങ്ക്ലിൻ ഭായ് മുമ്പിൽ പിടിക്കുന്നത്. അറിയോ? ആ ഫ്രാങ്ക്ലിൻ ഭായിയാണ് നീയൊക്കെ പറയണത്. ഫ്രാങ്ക്ലിൻ ഭായ്, എന്നാലും പുലിയാണ്, കടുവയാണ്, ഫോറസ്റ്റ് ആണ്, നമുക്കൊരു സഹായമൊക്കെ വേണ്ടേ? അല്ല ചിഞ്ഞാനെ, നിനക്ക് പേടിയുണ്ട ഈ ഫോറസ്റ്റിൽ കിടക്കാനായിട്ട്? എനിക്ക് പേടിയാ. ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്ക് നിങ്ങളില്ല ഫ്രാങ്ക്ലിൻ ഭായ് കൂടെ. ഞാൻ പേടിക്കോ? എന്നാ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഓക്കെ പോയി മൂത്രച്ച് കിടന്നുറങ്ങിക്കോ, കേട്ടോ? ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ പോയി തരാം. ഗുഡ് നൈറ്റ്. ഞാനിതാ പോയി കിടന്നുറങ്ങട്ടെ. അയ്യോ, ആരാണ് ചവിട്ടിയത്? ഓ എടാ പിഞ്ചാനെ, അങ്ങോട്ട് നീങ്ങി കിടക്ക്, ഞാൻ ഇപ്പൊ തന്നെ വന്നോളാം. അങ്ങനെ ആ കാണുന്ന പുലീനെ, ബ്ലാക്ക് പാന്തർ നാളെ എന്തായാലും പിടിച്ചു കൊടുക്കണം. എന്തായാലും ഒരു രാത്രി ഇങ്ങോട്ടേക്കൊക്കെ വരാണ്ടിരുന്നാ മതിയായിരുന്നു. ആ കാണുന്ന ബ്ലാക്ക് ടൈഗർ, അതായത് ആ കാണുന്ന ബ്ലാക്ക് പാന്തർ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എടാ ചിഞ്ചാരെ, നീയൊക്കെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോടെ? നടക്കത്തില്ലടാ ചിഞ്ചാരെ, നടക്കത്തില്ല. പുലിയുടെ സൗണ്ട് ഉണ്ടാക്കിയത് കടുവയുടെ സൗണ്ട് ഉണ്ടാക്കിയത് കാര്യമില്ല. എന്നെ കളിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. ഈ ആറ്റുണ്ടാക്കി മാതിരി നിൽക്കും ഈ ഫ്രാങ്ക്ലിൻ ഭായ്. പുലി വന്നാലും കടുവ വന്നാലും എന്ത് വന്നാലും ശരി, നമ്മുടെ അടുത്താണ് കളി. അവന്മാര് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ല, അവിടെ തന്നെ ഇരുന്നോളും. നമ്മളോടാണ് കളി, അവന്റെ ഒക്കെ ഒരു പുലി. എടാ ചിഞ്ചാനെ, എന്നെ നീ കളിപ്പിക്കാന്ന് വിചാരിക്കണ്ട. ബാക്കിൽ വന്നിരുന്ന ഞാൻ നീയല്ലാന്ന് വിചാരിക്കുന്നു നീ വിചാരിച്ച? പുലിയുടെ സൗണ്ട് ഉണ്ടാക്കി എന്നെ പേടിക്കാത്തത് നീ വിചാരിക്കേണ്ട. ബ്ലാക്ക് പാന്തറിന്റെ ഒക്കെ നമ്മള് പുഷ്പം പോലെ പിടിക്കും. എന്റെ അടുത്ത് അവന്റെ ഒക്കെ കളി. നീ എന്തിനു വിചാരിച്ച് ഞാൻ പുലിയെ കണ്ട പേടിക്കുന്ന? സൗണ്ട് ഉണ്ടാക്കിയ പേടിക്കുന്ന നീ വിചാരിച്ച? അതൊക്കെ തെറ്റിട. അത് ഈ ഫ്രാങ്ക്ലിൻ ഭായ് ആണ്, ഒരിക്കലും പേടിക്കത്തില്ല. ഈ ഫ്രാങ്ക്ലിൻ ഭായ് ആരുടെ ഒറ്റയ്ക്ക് സംസാരിക്കണത്? ഈ ഞാനതിന് ആ കാണ ടെന്നിലായിരുന്നില്ല ഫ്രാങ്ക്ലിൻ ഭായ്. പുലി ഫ്രാങ്ക്ലിൻ ഭായ് ഓടിക്കൂ. എടാ പോടാ എവിടെന്ന്. നീയൊക്കെ എന്ത് വിചാരിച്ച് ഞാൻ പേടിക്കുന്ന? പുലി എന്ന് പറഞ്ഞാല് പോടാ എവിടെന്ന് ചിഞ്ചാനെ, എവിടെന്ന്? ഫ്രാങ്ക്ലിൻ ഭായ്, നിങ്ങളുടെ ബാക്കിൽ കിടക്കണത് ഞാനല്ല, ഒരു കരിമ്പുലിയാണ് ഫ്രാങ്ക്ലിൻ ഭായ്. ഓടിക്കൂ ജീവൻ വേണമെങ്കിൽ. ഒയ്യോ എടാ പിഞ്ചാനെ, ഓടിക്കോടാ. എടാ പിഞ്ചാനെ, നീ കരിമ്പുലി വന്നടാ അവിടെ. കരിമ്പുലിയാ? ഓയ്യോ കരിമ്പുലി, ഓടിക്കൂ. എടാ കരിമ്പുലി പിടിക്കാൻ വരണേ. എടാ ചിഞ്ചാനെ പിഞ്ചാനെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോടാ. നമ്മളിത് കരിമ്പുലി ചെയ്തുകൊണ്ടിരിക്കണ്ട. ഒയ്യോ ഓടിക്കൂ. കരിമ്പുലി പിടിക്കാൻ വരുന്നുണ്ട്. അപ്പൊ കരിമ്പുലിയെ പിടിക്കാൻ എന്തായാലും ഇന്ന് നടക്കത്തില്ല. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എന്തായാലും കരിമ്പുലിയെ പിടിക്കണം. എന്റെ കയ്യിലാണെങ്കിൽ തോക്കൂല, ആ കരിമ്പുലി നമ്മൾ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പാർട്ട് 2 കരിമ്പുലി പിടിക്കാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചിഞ്ചാൻ ജീവനോടുണ്ടെങ്കിലും പിഞ്ചാൻ ജീവനോട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും പുതിയൊരു കിടക്കാൻ വീഡിയോ കാണുമായിരിക്കും. ബൈ ഫ്രണ്ട്സ്.